ഫെബ്രുവരി 22 മനോരമയിൽ വന്നൊരു ന്യൂസാണ്. ആസ്റ്റർ മെഡിസിറ്റി 850 കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നെക്സ്റ്റ് 3 വർഷത്തിന് അകത്ത് വെച്ച്. അപ്പം കമ്മിറ്റ്മെൻറ്റ് ബിൽഡ് ഓൺ 500 crores Astra has already invested in Kerala during last 3 years. 500 കോടി രൂപ ഓൾറെഡി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 850 കോടി രൂപയും കൂടെ അടുത്ത 3 വർഷത്തിനകത്ത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത. റീസെൻ്റ്ലി ഞങ്ങൾ നാട്ടിൽ പോയത് തന്നെ അത്യാവശ്യമായിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒന്ന് വീണു, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം അത് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ നാട്ടിൽ പോയത്. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുമ്പിട്ട് നമ്മൾ ഹോസ്പിറ്റലുമായിട്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നത്, ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യും, സംസാരിക്കുക, അല്ലെങ്കിൽ ആ ഡോക്ടറുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യും, സംസാരിക്കുകയും ചെയ്യുമ്പോൾ മെഡിക്കൽ നോളജ് അല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡാണ് ഇവിടെ. പക്ഷേ മെഡിക്കൽ നോളജ് ഉള്ള ആൾക്കാർ അവരോട് സംസാരിക്കുമ്പോഴും അനാവശ്യമായിട്ടുള്ള CT സ്കാൻസ്, പിന്നെ റൂമിലേക്ക് മാറ്റാനായിട്ട് പറ്റില്ല, അവിടെ ഓക്സിജൻ ഇല്ല, ICUവിൽ മാത്രം മോണിറ്റർ ചെയ്യുക. ICUവിൽ ഒരു പ്രൊസീജിയറും ചെയ്തില്ല, പക്ഷേ ICUവിൽ ഇങ്ങനെ മോണിറ്റർ ചെയ്യുകയാണ്. ICUവിൽ യാതൊരു രീതിയിലും എന്താ പറയുക, മെഡിക്കേഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ബ്രീത്തിങ് ട്രീറ്റ്മെൻറ്റ് മാത്രം കൊടുത്ത് മോണിറ്റർ ചെയ്ത് 3-4 ദിവസം അവിടെ ഇങ്ങനെ ഇട്ടു. അപ്പം നമ്മൾ ചോദിച്ചു എന്തിനാണിത് ഇത്രയും നാൾ ഇങ്ങനെ ഇത്രയും ദിവസങ്ങളൊക്കെ എങ്ങനെയത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചെങ്കിൽ തന്നെയും ഫ്ലോറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെന്നാണ് അവരിങ്ങനെ പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ICU ചാർജ് 26,000 രൂപയാണ്. ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നു കഴിഞ്ഞാൽ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒരു ആസ്മ അറ്റാക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് നേരെ ICUവിലേക്ക് കൊണ്ടുപോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ICU അഡ്മിഷന് തന്നെ 26,000 രൂപ. അപ്പം എൻ്റെ പോയിൻ്റ് ഇതാണ്, ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ ആൾക്കാർ അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനകത്തുനിന്ന് 850 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 1000-ഓ 1500 കോടി രൂപയോ വിറ്റ് വരവ് കിട്ടണം, ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അത്രയും രൂപ ഇടുന്നത്. അതൊരു നല്ല കാര്യമാണോ? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് യാതൊരു വിധത്തിലുള്ള മോണിറ്ററിംഗ് സിസ്റ്റമോ ഗവൺമെൻറ് മോണിറ്ററിംഗ് സിസ്റ്റമോ ഇല്ലാത്ത സ്ഥിതിക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യാനും ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഓവർ പ്രൈസ് ചെയ്യാനും ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പിന് അത് മനസ്സിലായി ഇത്രയും രൂപ അവർ ഇറക്കുകയാണ്. അതിനൊരു മോണിറ്ററിങ് കമ്മിറ്റി വേണ്ടേ, കമ്മീഷൻ വേണ്ടേ? ഈ രോഗികൾക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത്, അവരുടെ അവയവങ്ങളെല്ലാം കറക്റ്റായിട്ടുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് ജനങ്ങൾക്ക് ആവശ്യകതയില്ലേ? നമ്മുടെ മെഡിക്കൽ സിസ്റ്റം മാറണ്ടേ? ചിന്തിച്ചു നോക്കിയേ.